നമസ്കാരം, ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് നിലവിൽ കോൺഗ്രസ്. LDF ഭരിക്കുന്ന കോർപ്പറേഷനിൽ 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസ് പ്രധാന മുഖങ്ങളെ രംഗത്തിറക്കിയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. നഗരത്തിലും ജില്ലയിലും BJPയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തവണ കോൺഗ്രസിനുണ്ട്. മാത്രമല്ല, തലസ്ഥാന നഗരത്തിൽ ഇത്തവണയും കഴിഞ്ഞ തവണത്തെ സ്ഥിതി ആവർത്തിച്ചാൽ സംസ്ഥാന ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന് തന്നെ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവും കോൺഗ്രസ് തന്ത്രങ്ങളിൽ കാണാം. അതിനാലാണ് AICC നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് മുൻ MLA K ശബരിനാഥിനെ അടക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. യുവ നേതാക്കളെ രംഗത്തിറക്കിയുള്ള കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ശക്തി കൂട്ടാൻ നിരവധി ശക്തരായ വനിതാ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ അഖിലയെ അമ്പലമുക്ക് വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ്. പാർട്ടി തന്റെ പ്രവർത്തനത്തിന് നൽകിയ അംഗീകാരമായാണ് തന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ അഖില കാണുന്നത്. ഇടത് സർക്കാരിന്റെ അഴിമതിക്കെതിരെ പോരാടിയ അഖില ജനകീയനും അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ കടുത്ത ആരാധിക കൂടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതുതായി വന്ന വാർഡാണ് അഖില മത്സരിക്കുന്ന അമ്പലമുക്ക്. 5 വാർഡുമായി അതിർത്തി പങ്കിടുന്ന ഒരു പുതിയ വാർഡ്. ഇതിൽ അമ്പലമുക്കുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പാതിരപ്പള്ളി, ചെട്ടിനാട് വാർഡുകളാണ്. എന്നാൽ നിലവിൽ ഈ 2 വാർഡുകളിൽ ഒന്നിൽ BJPയും മറ്റൊന്നിൽ LDFുമാണ്. എന്നാൽ 2 പാർട്ടികളുടെയും കൗൺസിലർമാർ ഉണ്ടായിട്ടും ഇതുവരെ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പുതുതായി വന്ന അമ്പലമുക്ക് വാർഡിൽ ഇനിയെങ്കിലും വികസനം എത്തണമെങ്കിൽ കോൺഗ്രസ് ഇവിടെ വിജയിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സജീവമായിരിക്കുകയാണ് അഖില. ജനങ്ങളുടെ അവകാശങ്ങൾക്കും നാടിന്റെ വികസനങ്ങൾക്കുമുള്ള കോൺഗ്രസിന്റെ സമരങ്ങളിൽ എല്ലായ്പ്പോഴും മുൻനിരയിൽ കാണുന്ന അഖിലയിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളതും. ഇത്രയും നാൾ ഇവിടുത്തെ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത മറ്റു പാർട്ടികൾ അമ്പലമുക്കിനെ ലക്ഷ്യം വെച്ച് മത്സരത്തിനിറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ സ്വന്തം അഖിലയ്ക്ക് കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, താൻ കൗൺസിലറായാൽ തന്നോടൊപ്പമുള്ള മറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുന്നിൽ നിർത്തി ജനങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും കൃത്യസമയത്ത് പരിഹരിക്കാനും ആവശ്യമായ വികസനങ്ങൾ നടപ്പിലാക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു പുതിയ ആശയം നടപ്പിലാക്കുമെന്നാണ് അഖില പറയുന്നത്. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ ആദ്യം ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നാണ് അഖില പറയുന്നത്. നിലവിലെ കോർപ്പറേഷൻ ഭരണത്തിന്റെ പോരായ്മകളും ചൂണ്ടിക്കാട്ടിയാണ് അഖില തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ ജനജീവിതത്തിന് ആവശ്യമായ വികസനങ്ങൾ നടപ്പാക്കുന്നതിലും പദ്ധതികൾ രൂപീകരിക്കുന്നതിലും കോൺഗ്രസ് മുൻതൂക്കം നൽകുമെന്നും അഖില പറയുന്നുണ്ട്. വൈഷ്ണയെ പോലെയുള്ള യുവ നേതാക്കളെ കോൺഗ്രസ് രംഗത്തിറക്കിയതും ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ്. അതുകൊണ്ട് തന്നെ അഖിലയെ പോലെ ശക്തിയും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ എപ്പോഴും സന്നദ്ധത കാട്ടുന്ന നേതാക്കളെയാണ് വിജയിപ്പിക്കേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങളുടെ ശബ്ദമായി മാറാൻ അഖിലയ്ക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല, കേരള നിയമസഭയിലും ലോക്സഭയിലും അഖിലയെ പോലൊരു നേതാവിന്റെ ശബ്ദമുയരണം. അതിനുള്ള ആദ്യ പടിയെന്ന നിലയിലാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. അതേസമയം കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന ഇടത് സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യമാണ്. അതിന് കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരണം. അതിനുള്ള ആദ്യഘട്ടം കൂടിയാണ് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ മറ്റു പാർട്ടികളെക്കാൾ ഒരുപടി മുന്നേ രംഗത്തിറങ്ങിയ കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നിലുള്ളത് അത്ര എളുപ്പമുള്ള കടമ്പകളല്ല. കാരണം തെരഞ്ഞെടുപ്പ് തന്ത്രമായി എല്ലായ്പ്പോഴും ഇടത് സർക്കാർ പ്രയോഗിക്കുന്നത് സൗജന്യ ഭക്ഷ്യക്കിറ്റും പെൻഷനും പോലുള്ളവയാണ്. ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ പാട്ടിലാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇടതിന്. എന്നാൽ കാലം മാറുകയാണ്. പിണറായിയുടെയും ഇടതിന്റെയും കുടിലതന്ത്രങ്ങളിൽ വീഴാൻ ഇനിയും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകില്ല. ഈ വിശ്വാസമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ശക്തി. ഒപ്പം അഖിലയെയും രാജിയെയും വൈഷ്ണയെയും മറ്റ് യുവ നേതാക്കളിലും മുതിർന്ന നേതാക്കളിലുമുള്ള കോൺഗ്രസിന്റെ വിശ്വാസവും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.